ഹലോ ഹാപ്പി സോൾസ്. സെൽഫ് ലവ് ചലഞ്ച് 21 ദിവസം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ഹാപ്പി സോളിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് ലൈഫിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഹാപ്പി സോൾ, ട്രാൻസ്ഫോർമേഷൻ കോച്ചായ മിസ്സസ് സജിനി ഷൈനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വെൽക്കം മാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ സെൽഫ് ലവിനെ പറ്റി മാമിന് എന്താണ് നമ്മുടെ ഹാപ്പി സോൾസിനോട് പറയാനുള്ളത്? എന്നോട് പറ ഐ ലവ് യു എന്ന്. വളരെ ആക്സിഡൻ്റലി ഞാൻ ശ്രദ്ധിക്കാനിടയായതാണ് മാമിൻ്റെ ഈ ഒരു വീഡിയോ. പക്ഷേ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, ഞാൻ സത്യം പറഞ്ഞാൽ ലോകത്തോട് പറയാനിരുന്ന ഒരു വലിയ മന്ത്ര പോലെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. ഒരു 21 ഡേയ്സൊക്കെ നമ്മളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് ഞാൻ ആരാണ്, എനിക്കിവിടെയുള്ള സ്ഥാനം എന്താണ്, എൻ്റെ പർപ്പസ് എന്താണ്, ഞാൻ എത്രത്തോളം പാഷനോട് കൂടിയാണ് ഈ ലൈഫിനെ സ്നേഹിക്കുന്നതെന്നൊക്കെ തിരിച്ചറിയുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ആ ഒരു പേഷ്യൻസ് ഉണ്ടായിരിക്കണമല്ലോ. നമുക്ക് ശരിക്കും ചൈൽഡ്ഹുഡ് മുതൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അറിയില്ല. പക്ഷേ എന്നാൽ സ്വാർത്ഥത എന്ന് പറയുന്നൊരു സ്ഥാനം എന്താണെന്നറിയാം. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളായിട്ടിരിക്കാനായിട്ടൊരു ഇടമുണ്ടാവൂ എന്നുള്ളതാണ്. നമ്മുടെ സെൽഫിനെ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ പർപ്പസ് നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മളുടെ മുന്നോട്ടുള്ള ലൈഫ് ജേർണിയിൽ നമുക്ക് നമ്മൾ എത്രത്തോളം പ്രാധാന്യമാണെന്നൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആദ്യകാലം മുതലേ നമ്മൾ റിലീജിയസ്ലി ആണെങ്കിലും സയൻറ്റിഫിക്കലി ആണെങ്കിലും ഉള്ള എല്ലാ പഠനങ്ങളും എടുത്തു നോക്കുമ്പം, സൈക്കോളജിയുടെ ബേസ് തന്നെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് നമ്മളെ അറിയില്ലല്ലോ. അതാണ് ശരിക്കും നമുക്ക് എന്താ നമ്മൾ പുറത്ത് കാണിക്കുന്ന നമ്മളല്ല ഒരിക്കലും അകത്തുള്ള നമ്മൾ എന്നുള്ള രണ്ട് ലെവലിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. കുറേ പോളിഷ്ഡ് ആയിട്ടുള്ള എന്തൊക്കെയോ കാണിച്ച് ജീവിതത്തെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നമ്മളുമുണ്ട്. അതിനപ്പുറം ഉള്ളിൽ കുറേയധികം വേദനകളും സങ്കടങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും അച്ചീവ്മെൻറ്റ്സിനോടുള്ള ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു നമ്മളും അവിടെയുണ്ട്. അപ്പം ശരിക്കും നമ്മൾ ഏതവസ്ഥയിലാണ് ഇപ്പോഴെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ പോലും നമുക്ക് നമ്മളാരാണ്, നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അറ്റ് പ്രസൻറ്റ് നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ ഒരു പവർ എടുത്ത് മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാനായിട്ടുള്ള ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അത് ശരിക്കും വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ടൂൾ തന്നെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സിംപ്ലി നമുക്കെല്ലാം വേണ്ടത് എന്താണ്? ഒരു അക്സെപ്റ്റൻസ് ആണ്, ആ ഒരു ഇഷ്ടമാണ്. എവിടെയെങ്കിലും ഒരു ലാക്ക് ഓഫ് ലവ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആവുന്നതെന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ സ്വയം കാരണം ആരെങ്കിലും പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്ന നമ്മളും സ്വയം നമ്മളുടെ പവർ തിരിച്ചറിയുന്ന നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത്ര അമേസിംഗ് ആയിട്ടുള്ളൊരു തിരിച്ചറിവ് തന്നെയാണ്. ശരിക്കും നാം ലോകത്തിന് കൊടുത്ത ആ ഒരു 21 ഡേയ്സ് എന്ന് പറയുന്നത് അത്രയും കമ്മിറ്റഡ് ആയിട്ട് വന്നത്, ലോകത്തോട് പറഞ്ഞൊരു ചലഞ്ച് എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ സ്വസ്തിയുടെ വലിയൊരു നേട്ടമാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആൾക്കാരുടെ ട്രാൻസ്ഫോർമേഷൻ കണ്ട് സ്പെഷ്യൽ റിക്വസ്റ്റും പ്രകാരം നമ്മൾ 2 സീസൺ ചെയ്തിട്ടുണ്ട്, സീസൺ 1 ആൻഡ് സീസൺ 2, 21 ഡേയ്സ്. താങ്ക് യു സോ മച്ച്. അതൊരുപാട് പേരിലേക്ക്, അതായത് ബേസിക്കലി ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട ഒരു അറിവാണ്. ആ ഒരു സ്ട്രെങ്ത് നമ്മൾ അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കി എന്ത് കാര്യങ്ങളും ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടാവുന്നുള്ളൂ. സെൽഫ് മാനേജ്മെൻറ്റ് നമുക്ക് ബാലൻസ്ഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. നമ്മളെ തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരെയും തിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ബാലൻസ് എത്രത്തോളം അവർക്കും പ്രാധാന്യം അർഹിക്കുന്നതാണെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ശരിക്കും ഏത് റിലീജിയൻ എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ട് അന്തസ്സത്തെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതൊക്കെ ആ ഒരു ഉപദേശത്തിൻ്റെയൊക്കെ ഡെപ്ത് എത്രയാണെന്ന് നമ്മൾ ഇത്തരം പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പറ്റാത്തത്തോളം കാലം നമുക്ക് ഈ ലോകത്തെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സെൽഫ് ലവ് പ്രാക്ടീസും സെൽഫിഷ്നെസ്സും എന്ന് പറയുന്നത്. ഈ സെൽഫ് ലവ് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കേട്ട് പരിചയപ്പെട്ട ഒരു വാക്യം, ഒരു വചനം തന്നെയാണ് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് നമുക്ക് എടുത്താൽ നിന്നെ പോലെ. അപ്പം നമ്മളെ സ്നേഹിക്കാൻ ആര് നമ്മളെ പഠിപ്പിച്ചു? നമ്മളെപ്പറ്റി നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോഴോ, നമ്മളെ പുകഴ്ത്തി പറയുമ്പോഴോ, നമ്മൾ അത് അച്ചീവ് ചെയ്തെന്ന് മറ്റുള്ളവരോട് പറയുമ്പോഴോ പലപ്പോഴും നമ്മളെ കളിയാക്കാതെ നമ്മളെ താഴ്ത്തിക്കെട്ടാനാണ് എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളെവിടെ സ്നേഹിക്കണം, നമ്മൾ സ്നേഹിക്കണം എന്നുള്ള കാര്യം നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല.
ശരിക്കും നമ്മൾ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കൾച്ചറിനെ കുറിച്ചുള്ളൊരു ബോധം പോലും നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ എത്ര IQ ലെവലിൽ പെർഫോം ചെയ്യുന്ന ഒരാളാണെങ്കിലും അവരുടെ ഇമോഷൻസ് നമ്മൾ നോക്കിക്കുകയും ആ ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റിയാണ് ശരിക്കും അവരുടെ എല്ലാം ഒരു ബേസിക് ചലഞ്ച്. ലൈഫിൻ്റെ ഒരു ആസ്വാദ്യത എടുക്കാൻ മനുഷ്യന് പറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുകയും. അപ്പം നമ്മൾ സ്വയം നമ്മളെ അംഗീകരിച്ച് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും മറ്റൊരാളിടുന്ന എഫേർട്ടിനെ നമുക്ക് ശരിക്കും മനസ്സിലാകാൻ തുടങ്ങുകയാണ്. അപ്പം നമ്മളിടുന്ന എഫേർട്ടിനെ ശരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും റെസ്പെക്റ്റും എന്നൊക്കെ പറയുന്നത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കുന്ന മൊമെൻറ്റ് മുതൽ ശരിക്കും നമ്മൾ അപ്രീസിയേഷൻ്റെ വില അറിഞ്ഞു തുടങ്ങും. ഈ അപ്രീസിയേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്, നമ്മുടെ കണ്ണുകളെല്ലാം ഏറ്റവും നല്ലതിലേക്ക് സെർച്ച് ചെയ്യുന്നൊരവസ്ഥയാകണം. അല്ലെങ്കിൽ തന്നെ കാണുന്ന കാഴ്ചകളിലെല്ലാം ഒരു നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഉള്ളിലേക്ക് റിസീവ് ചെയ്തിട്ട് അത് നമ്മൾ വാക്കുകളിലൂടെ എടുത്ത് പറയുമ്പം കിട്ടുമ്പം ഒരു തൃപ്തിയുണ്ട് നമ്മുടെ ഉള്ളിൽ. അത് ജെന്യൂനായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ പറയുമ്പോൾ. അല്ലാത്ത സിറ്റുവേഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സെൽഫ് ലവ് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കമ്പാരിസൻ്റെയും ക്രിറ്റിസിസത്തിൻ്റെയും ഒക്കെ പവറാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പോൾ മറ്റൊരാൾ എന്നെക്കാട്ടിലും ബെറ്ററായിട്ട് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനിടുന്ന എഫേർട്ടിലല്ല നമ്മളുടെ ശ്രദ്ധ പോകുന്നത്. പകരം ഞാൻ പിന്നിലേക്ക് പോകുമ്പോൾ അവർ മുന്നിൽ, കാരണം അറിയാതെ ഈ ജലസിയൊക്കെ ഇങ്ങനെ വൈബ് കയറി വരികയാണ്. കാരണം ആ ബേസിക്കലി കുട്ടിക്കാലം മുതൽ നമ്മൾ ഇത്തരം പെയിനുകളെയാണ് ഫോക്കസ് ചെയ്ത് പോയത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു സത്യം പറഞ്ഞാൽ വലിയൊരു കൾച്ചറാണ്, ഒരു വിൻ സിറ്റുവേഷൻ്റെ വളരെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു ലോകമാണ് നമ്മളിതിലൂടെ അച്ചീവ് ചെയ്യുന്നതെന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്.